ഫ്രം പ്രൊഫഷൻ, PGBP അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തതാണ്. ഇത് 3ാമത്തെ ഭാഗമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻകം ഫ്രം പ്രൊഫഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇത് രണ്ടിലും വരുന്ന വരുമാനം അത് നമ്മൾ എങ്ങനെ കണക്കാക്കും എന്നതാണ്, അത് ഇൻകം ടാക്സിൻ്റെ പേർപ്പസിന് എങ്ങനെ കണക്കാക്കും എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ഓക്കെ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണ് സോഴ്സ് ഓഫ് ഇൻകം ആണ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ബിസിനസ് പ്രൊഫഷനെക്കാട്ടും കോംപ്ലക്സ് ആണ്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് അത്ര കോംപ്ലക്സിറ്റി കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡിഗ്രി കൈവശമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി അല്ലാതെ ഒരു പെർട്ടിക്കുലർ സ്കില്ല് കൈവശമുള്ള ഒരു വ്യക്തി എന്താണ് സ്വന്തമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം, അതുവഴി ക്ലയൻറ്റുകൾ ആണ് അദ്ദേഹത്തിന് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനമാണ് മെയിനായിട്ട് പ്രൊഫഷനിൽ വരിക. ബിസിനസ്സിന് അത്രയും എന്താണ് കോംപ്ലക്സിറ്റി പ്രൊഫഷന് കുറവായിരിക്കും. എന്നാലും എന്താണ് ഒരു സാലറി ഇൻകത്തിനെക്കാട്ടും എന്താണ് കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രൊഫഷണലിൻ്റെ ഇൻകം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. യൂഷ്വലി പീപ്പിൾ എൻഗേജ് ഇൻ പ്രൊഫഷൻ പ്രിപ്പയർ എ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഷോയിങ് ദ റെസീറ്റ് ഓഫ് ക്യാഷ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഇവിടെ ഇതൊരു 1 വേർഡ് ചോദ്യമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ. ഓക്കെ, യൂഷ്വലി പീപ്പിൾ എൻഗേജ് ഇൻ പ്രൊഫഷൻ പ്രിപ്പയർ എ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പ്രൊഫഷണൽസ് തയ്യാറാക്കുന്ന അക്കൗണ്ട് മെയിനായിട്ട് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ എന്ത് തരം അക്കൗണ്ടാണ് മെയിനായിട്ട് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ വരുമ്പോൾ എന്ത് തരം അക്കൗണ്ടാണ് മെയിനായിട്ട് ഒരു പ്രൊഫഷണൽ തയ്യാറാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻ ഓർഡർ ടു കമ്പ്യൂട്ട് ഹിസ് ഇൻകം ഫ്രം പ്രൊഫഷൻ, റെസീറ്റ്സ് റിലേറ്റിംഗ് ടു ഹിസ് പ്രൊഫഷൻ ആർ ആഡഡ് ഫ്രം വിച്ച് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഹിസ് പ്രൊഫഷൻ ആർ ഡിഡക്റ്റഡ്. ഓക്കെ, എല്ലാ വരുമാനങ്ങളും ഈ റെസീറ്റിലേക്ക് ആഡ് ചെയ്യും. പിന്നെ പേയ്മെൻറ്റ് സൈഡിലെ എല്ലാ ചിലവുകളും എഴുതിയിട്ട് അത് കിഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റായിട്ട്, അതായത് എങ്ങനെയാണോ നമ്മൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണോ കണ്ടത്, അതേപോലെ തന്നെയാണ് ഇവിടെ പ്രൊഫഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻകം എങ്ങനെയാണോ ബിസിനസ്സിൻ്റെ കണ്ടത് അതേപോലെ തന്നെയാണ് പ്രൊഫഷൻ്റെ നമ്മൾ ഇൻകം കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് ഓഫ് ഡോക്ടർ കൃഷ്ണൻ ഫോർ ദ ഇയർ എൻഡഡ് 31 March 2020. മാർച്ച് 2020 മിസ്റ്റർ കൃഷ്ണൻ തയ്യാറാക്കിയ ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് എന്ത് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഇൻകം, റെസീറ്റ് ആൻഡ് പേയ്മെൻ്റ് ആണ്. ഇത് അക്കൗണ്ട് അല്ല, ഇത് ഒരു റിയൽ അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ റിയൽ അക്കൗണ്ട് വരുന്ന നേരത്ത് ദ റെസീറ്റ്സ് മസ്റ്റ് ബി ഇൻ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ദ പേയ്മെൻറ്റ്സ് മസ്റ്റ് ബി ഇൻ ദ ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ റെസീറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ബാലൻസ് എഴുതിയിട്ടുണ്ട് ആദ്യം തന്നെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കൺസൾട്ടേഷൻ ഫീസ് എഴുതിയിട്ടുണ്ട്, അതേപോലെ വിസിറ്റിംഗ് ഫീസ് എഴുതിയിട്ടുണ്ട്, സെയിൽ ഓഫ് മെഡിസിൻസ് എഴുതിയിട്ടുണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ലോൺ ഫ്രം ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇൻകം ടാക്സ് റീഫണ്ട് കിട്ടിയതും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം റെസീറ്റ്സ് ആണ്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് പ്രൊഫഷണലിന് കിട്ടിയ വരുമാനങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചെലവുകളാണ് ഇവിടെ ഓരോന്നായിട്ട് എഴുതിയിരിക്കുന്നത്. സാലറി ടു സ്റ്റാഫ് കൊടുത്തിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, മോട്ടോർ കാർ പർച്ചേസ്ഡ് അതേപോലെ കൊടുത്തിട്ടുണ്ട്, പിന്നെ കാർ എക്സ്പെൻസ്, റെൻറ്റ് ഓഫ് ക്ലിനിക്ക്, ജനറൽ എക്സ്പെൻസ്, പേഴ്സണൽ എക്സ്പെൻസ് വ്യക്തിപരമായിട്ടുള്ള എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പേഴ്സണൽ എക്സ്പെൻസ് ആണെങ്കിൽ ഒരു കാരണവശാലും അത് നമ്മൾ പ്രൊഫഷൻ്റെയോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെയോ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചിലവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് വരുന്ന ഇൻകം ആവട്ടെ പേഴ്സണലായിട്ട് വരുന്ന എക്സ്പെൻസ് ആവട്ടെ പരിഗണിക്കാൻ പാടില്ല. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് ക്യാരി ഡൗണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ മീൻസ് കൂടുതലായിട്ടും ഇൻകം ആണുള്ളത് ചിലവിനെക്കാട്ടും. അപ്പോൾ അതാണ് ഇവിടെ ബാലൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ താഴെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ഇൻകം ഫ്രം പ്രൊഫഷൻ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഓക്കെ, ഡിപ്രിസിയേഷൻ അലവബിൾ ഓൺ കാർ ആൻഡ് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് അറ്റ് ദ റേറ്റ് 15%. ഓക്കെ, അപ്പോൾ കാറും സർജിക്കൽ എക്യുപ്മെൻറ്റ്സിനും ഡിപ്രിസിയേഷൻ 15%. ഓക്കെ, രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, 1/3 ഓഫ് മോട്ടോർ കാർ എക്സ്പെൻസസ് ആർ
ഇൻ റെസ്പെക്റ്റ് ഓഫ് പേഴ്സണൽ യൂസ്. 1/3 ഓഫ് മോട്ടോർ കാർ എക്സ്പെൻസസ് ആർ ഇൻ റെസ്പെക്ട് ടു പേഴ്സണൽ യൂസ്. അതായത് മോട്ടോർ കാറിൻ്റെ ചെലവിൻ്റെ 1/3 വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ്. ഡിപ്രിസിയേഷൻ്റെ റേറ്റാണ് നേരത്തെ കൊടുത്തിരിക്കുന്നത് 15%. ഓക്കെ, ഇവിടെ നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ഇൻകം ഫ്രം പ്രൊഫഷൻ ആണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഇൻകം എത്രയാണ്, അതായത് ടാക്സ് ആവശ്യത്തിനായിട്ട് എത്ര ഇൻകമാണ് ഉള്ളത് എന്നാണ് നമ്മളടുത്ത് ഇവിടെ കണക്കാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളിതിൻ്റെ ഉത്തരം ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊഫഷണൽ ഇൻകം, അതിൽ റെസീറ്റ്സിലാകെ 3 ഐറ്റം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒന്ന് കൺസൾട്ടേഷൻ ഫീ, വിസിറ്റിംഗ് ഫീ ആൻഡ് സെയിൽ ഓഫ് മെഡിസിൻസ്. ഓക്കെ, ഇതാണ് നമ്മൾ ചോദ്യം, നമ്മൾ നേരത്തെ കണ്ടതാണ് ചോദ്യം. അതിൽ ബാലൻസ് ബ്രോഡ് ഡൗണിന് ശേഷം വരുന്ന കൺസൾട്ടേഷൻ ഫീ, വിസിറ്റിംഗ് ഫീ, സെയിൽ ഓഫ് മെഡിസിൻസ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്താണ്, ഡോക്ടറാണ്. അപ്പോൾ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻകംസ് ഈ 3 ഐറ്റംസ് ആണ്. അതിന് ശേഷം വരുന്ന ഐറ്റംസ് ഒന്നും അതിൽ വരില്ല. അതിലെന്തൊക്കെയാണ് വരുന്നത്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ലോൺ ഫ്രം ബാങ്ക്, ഇൻകം ടാക്സ് റീഫണ്ട്. ഇതൊന്നും പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻകംസ് അല്ല. ഓക്കെ, ഇനി എക്സ്പെൻസുകളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ എക്സ്പെൻസുകളിൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ സാലറി. ഓക്കെ, അതായത് ഒരു ഡോക്ടറാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ ഡോക്ടറാണ്. അപ്പോൾ ആ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും സാലറി കൊടുക്കണം. അത് പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. അതേപോലെ കോസ്റ്റ് ഓഫ് മെഡിസിൻ, അല്ലെ, മെഡിസിൻ്റെ കോസ്റ്റ് ആ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. ഡിപ്രിസിയേഷൻ ഓൺ കാർ, അതിൽ 1/3 ഇദ്ദേഹം പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്, ബാക്കി 2/3 പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. കാർ എക്സ്പെൻസ്, അതേപോലെ കാർ എക്സ്പെൻസിൻ്റെ ചിലവ് എന്തെടുക്കുക, 1/3 എന്താണ് പേഴ്സണൽ യൂസിനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇത് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ ഡിപ്രിസിയേഷൻ്റെ വാല്യൂ എങ്ങനെ വന്നു നോക്കാം. മോട്ടോർ കാറിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ 3 ലക്ഷമാണ്. ശ്രദ്ധിക്കുക, കാറിൻ്റെ വാല്യൂ 3 ലക്ഷമാണ്. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എത്രയാണെന്ന് വെച്ചാൽ 15%. അപ്പോൾ 15% 3 ലക്ഷത്തിൻ്റെ കാണുന്ന നേരത്ത് 45,000 രൂപയാണ് വരിക. ഓക്കെ, 45,000ൻ്റെ 2/3. ഓക്കെ, 2/3 ആണ് നമ്മൾ എന്തിൽ കണക്കാക്കേണ്ടത്, നമ്മുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 45,000ൻ്റെ 2/3 30,000 വരും. അതാണ് നമ്മുടെ ആൻസറിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ബാക്കി 1/3 പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ഈ ഡോക്ടർ ഉപയോഗിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ കാർ എക്സ്പെൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 30,000 ആണ്. കാർ എക്സ്പെൻസ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 30,000 ആണ്. അതിൻ്റെ 2/3 എത്ര വരും എന്ന് വെച്ചാൽ 20,000 വരും. ബാക്കി 10,000 വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാർ യൂസ് ചെയ്തത് കൊണ്ട് എന്താണ്, ആ 10,000 വ്യക്തിപരമായിട്ടുള്ള ചിലവിലേക്കാണ് കണക്കാക്കുക. അത് പ്രൊഫഷനിൽ കുറയ്ക്കാൻ സാധിക്കില്ല. പിന്നെ റെൻ്റ് ഓഫ് ക്ലിനിക്ക് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ്. ജനറൽ എക്സ്പെൻസ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ചെയ്യുക. ഓക്കെ, ജനറൽ എക്സ്പെൻസ് കാണുകയാണെങ്കിൽ അത് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, കാണുകയാണെങ്കിൽ അതേപോലെ ഡിപ്രിസിയേഷൻ ഓൺ സർജിക്കൽ എക്യുപ്മെൻറ്റ് എത്രയാണ്, അതും 15% ആണ്. സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്താണ്, അത് അസറ്റുകളാണ്, അതിനും ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. അത് എത്രയാണ്, 15%. അത് 12,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം ഇൻകംസ് റെസീറ്റ് ആഡ് ചെയ്യുക, അതിവിടെ എഴുതുക. അതേപോലെ എക്സ്പെൻസസ് ആഡ് ചെയ്തിട്ട് അതിവിടെ എഴുതുക. ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ റെസീറ്റിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഇൻകം ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറത്താണ് ടാക്സ് ഈടാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എക്സ്പെൻസിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ എന്താ എടുത്തിരിക്കുന്നത്, കോസ്റ്റ് ഓഫ് മെഡിസിൻസ്, സാലറി ടു സ്റ്റാഫ് മുതൽ ജനറൽ എക്സ്പെൻസ് വരെ എന്താണ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ, പേഴ്സണൽ എക്സ്പെൻസും അതേപോലെ ബാങ്ക് ഇൻട്രസ്റ്റും മാത്രമാണ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കാത്തത്. ബാക്കി എല്ലാ എക്സ്പെൻസും പ്രൊഫഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളാണ്, അതൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ, ചാപ്റ്റർ ഇൻകം ഫ്രം പ്രൊഫഷനോട് കൂടി തന്നെ ഏകദേശം ഒരു 90% കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഏതാനും തിയറി പോർഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇൻകം ടാക്സ് ബേസിക്കലി അതൊരു തിയറി ബേസ്ഡ് സബ്ജക്റ്റ് തന്നെയാണ്. പ്രോബ്ലം അതിൽ വരുന്നുണ്ടെങ്കിൽ പോലും അത് അടിസ്ഥാനപരമായിട്ടൊരു തിയറി സബ്ജക്റ്റാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓർത്ത് വെക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ പ്രോബ്ലം ആയതുകൊണ്ട് ആ പ്രോബ്ലംസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് അധികം നമ്മൾ അക്കൗണ്ടൻസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന അത്രയ്ക്കും വിപുലമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഇൻകം ടാക്സിൽ വരുന്നില്ല. പക്ഷേ നന്നായിട്ട് ആ തിയറി ബേസ്
നന്നായിട്ട് വായിച്ചതിന് ശേഷം ആയിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത്, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഡൗട്ട് വരികയാണെങ്കിൽ വീണ്ടും തിയറിയിലേക്ക് നമ്മൾ പോയിട്ട് അത് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും പ്രോബ്ലം വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതാണ് അതിൻ്റെ രീതി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇനി കുറച്ച് തിയറീസാണ്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനെ കുറിച്ചിട്ടാണ്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്താ എന്നുള്ളത് ചെറിയ മാർക്കിനോ, ഒന്നുകിൽ 4 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ മാക്സിമം പോയാൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിനേഷന്. അപ്പോൾ സെക്ഷൻ 32 തന്നെയാണ്, ഡിപ്രിസിയേഷൻ്റെ സെക്ഷൻ തന്നെയാണ്. നമ്മളിവിടെ ചോദിക്കുന്നത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആണല്ലോ. അപ്പോൾ സെക്ഷൻ 32 ആണ്, സബ് സെക്ഷൻ 2. ഓക്കെ, സെക്ഷൻ 32 സബ് സെക്ഷൻ 2. ഓക്കെ, if the whole amount of the current depreciation is not deductible on the account of insufficiency of profits, the remaining amount of depreciation is called unabsorbed depreciation. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്, അത് എന്താണ്, അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും എല്ലാ വർഷവും നമ്മൾ അസറ്റിന് പുറത്ത് വരുന്നതാണ്. അപ്പോൾ ചില വർഷങ്ങളിൽ സ്ഥാപനത്തിന്, ബിസിനസ് സ്ഥാപനം ആവട്ടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്ഥാപനം ആവട്ടെ, അവർക്ക് വേണ്ടത്ര പ്രോഫിറ്റ് വന്നിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് ആ ഡിപ്രിസിയേഷൻ ആ വർഷം ചാർജ് ചെയ്യാൻ ഫുള്ളായിട്ട് സാധിക്കില്ല. അപ്പോൾ റിമൈനിങ് ആയിട്ട് വരുന്ന ഡിപ്രിസിയേഷൻ, ഓക്കെ, ആ റിമൈനിങ് വരുന്ന ഡിപ്രിസിയേഷനാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആയിട്ട് പരിഗണിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിപ്രിസിയേഷനായിട്ട് 30,000 രൂപ വന്നു ഒരു സ്ഥാപനത്തിലേക്ക്, പ്രോഫിറ്റ് ആകെ 10,000 രൂപയെ വന്നിട്ടുള്ളൂ. ആ ഡിപ്രിസിയേഷൻ പ്രോഫിറ്റിൽ നിന്ന് കിഴിച്ചിട്ട് പോലും ബാക്കിയും ഡിപ്രിസിയേഷനിൽ 20,000 രൂപ ബാക്കിയുണ്ട്. ആ വരുന്ന ബാലൻസ് ആണെന്ത്, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. കാരണം എന്താണ്, ഇൻസഫിഷ്യൻസി ഓഫ് പ്രോഫിറ്റ്. ആ വേർഡ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു സെമസ്റ്ററിൽ നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ക്യാൻ ബി സെറ്റ് ഓഫ് ആൻഡ് ക്യാരീഡ് ഫോർവേഡ് ആസ് ഫോളോസ്. അതായത് സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഈ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും നിങ്ങൾക്ക് 6th സെമസ്റ്ററിലാണ് പഠിക്കാനായിട്ടുള്ളത്. ഡിഗ്രിക്കാർക്ക് 6th സെമസ്റ്ററിലാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, എന്നാലൊന്ന് നോക്കി വെക്കാം എന്താ ചെയ്യുക എന്നുള്ളത്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ വരികയാണെങ്കിൽ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്ന് വെച്ചാൽ അത് മാറ്റി വെക്കുക. അതേപോലെ തന്നെ പിന്നെന്താണ്, അത് അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യുക, അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സെറ്റ് ഓഫ് മീൻസ് എന്താണ്, മറ്റ് ഹെഡ് ഓഫ് ഇൻകം ആയിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെറ്റ് ഓഫിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാരി ഫോർവേഡ് മീൻസ് എന്താണ്, അടുത്ത വർഷം പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് കുറയ്ക്കാനുള്ള അവകാശമാണ്. അപ്പോൾ അതിൻ്റെ വകുപ്പുകളെ കുറിച്ചിട്ട് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്, ഇഫ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഫുൾ എമൗണ്ട് ഓഫ് അലൗവബിൾ ഡിപ്രിസിയേഷൻ കുഡ് നോട്ട് ബി ഡിഡക്റ്റഡ് ഫ്രം ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ഇൻ ദാറ്റ് ഇയർ. അതായത് പ്രോഫിറ്റ് ഇൻസഫിഷ്യൻ്റ് ആയതുകൊണ്ട് നമുക്ക് അലൗവബിൾ ആയ ഡിപ്രിസിയേഷൻ കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ the balance of unabsorbed depreciation shall be first set off against profit of any other business or profession of the SSE. അതായത് ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഒരു ബിസിനസ്സിനുള്ള ഡിപ്രിസിയേഷൻ ആ ബിസിനസ്സിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ ബിസിനസ്സിൽ വേണ്ടത്ര പ്രോഫിറ്റ് വന്നിട്ടില്ലെങ്കിൽ, അതേപോലെ മറ്റ് ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ആ ഡിപ്രിസിയേഷൻ എമൗണ്ട്. ഓക്കെ, അതാണ് ആദ്യമായിട്ട് പറയുന്ന പോയിന്റ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കുക, ഇഫ് സം പാർട്ട് ഓഫ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ റിമെയിൻസ് അൺഅബ്സോർബ്ഡ്, ചില പോർഷൻ എന്താണ് അൺഅബ്സോർബ്ഡ് ആയി കിടക്കുകയാണ്, ദ ബാലൻസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ എനി അതർ ഹെഡ് ഓഫ് ഇൻകം ഫോർ ദാറ്റ് അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, അതായത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ അൺഅബ്സോർബ്ഡ് ആയിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ അത് മറ്റേതെങ്കിലും ഒരു ഹെഡ് ഓഫ് ഇൻകം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനും ചില കണക്കുകളുണ്ട്. സാലറി ഒന്നുമായിട്ട് എന്താണ് ബിസിനസ്സിന് വരുന്ന ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് വിപുലമായിട്ട് നമ്മൾ 6th സെമസ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടേക്കാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ഉള്ളത് കൊണ്ടൊന്ന് പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട്, ഇഫ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ കനോട്ട് ബി ഹോളി സെറ്റ് ഓഫ്, മുഴുവനായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ദ ബാലൻസ് എമൗണ്ട് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു ദ ഫോളോയിങ് അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. ഇഫ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ കനോട്ട് ബി ഹോളി സെറ്റ് ഓഫ്, ദി ബാലൻസ് എമൗണ്ട് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ ഫോളോയിങ് അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, അതായത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ മുഴുവനായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ബാലൻസ് വേണമെങ്കിൽ അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കാൻ സാധിക്കും. അതിൻ്റെ പേരാണ് ക്യാരി ഫോർവേഡ്. ഓക്കെ, അതിനും ചില റൂൾസൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെന്താണ്, ദി അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ സോ ക്യാരിഡ് ഫോർവേഡ് ഷാൽ ബി ട്രീറ്റഡ് ആസ് കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ആൻഡ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് എനി സക്സീഡിങ് അസസ്മെൻറ്റ് ഇയേഴ്സ് ടിൽ ദ ഫുൾ എമൗണ്ട് ഈസ് സെറ്റ് ഓഫ്. അതായത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ പിന്നെ അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ, ക്യാരി ഫോർവേഡ് മീൻസ് എന്താണ്, ഇവിടെ നമുക്കത് കൊള്ളിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ അടുത്ത വർഷത്തേക്ക് അത് എടുക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്യാണ്. അവിടെയും അത് കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണോ അത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഫുൾ എമൗണ്ട് നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കുന്നത് അത്രയും കാലം വരെ എന്താണ് അത് അടുത്ത വർഷങ്ങളിലേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ്റെ വകുപ്പ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് അണ്ടർ സെക്ഷൻ 44AA. അപ്പോൾ സെക്ഷൻ 44AA PGBPയിൽ എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നത്. ഈ ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തുന്നത്, ബുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ബുക്ക് എങ്ങനെയായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 44AA. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദി ബിസിനസ് ഓർ പ്രൊഫഷൻ ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് 3 കാറ്റഗറീസ്. ഓക്കെ, എന്താണ്, ബിസിനസ്സും പ്രൊഫഷനും 3 കാറ്റഗറീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തിൽ? ഇൻകം ടാക്സിൽ. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ്? ഫസ്റ്റ് വൺ സ്പെസിഫൈഡ് പ്രൊഫഷനാണ്. സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് ലോ സ്പെസിഫിക് ആയിട്ട് ചില പ്രൊഫഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പെടുന്ന കാര്യങ്ങളാണ് സ്പെസിഫൈഡ് പ്രൊഫഷൻസ്. രണ്ടാമതായിട്ട് നോൺ സ്പെസിഫൈഡ് പ്രൊഫഷൻ ഓർ ബിസിനസ്. നോൺ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സാധാരണ ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ, അതായത് നിയമം പ്രത്യേകം പറയാത്ത ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ. മൂന്നാമത്തത് ബിസിനസ് അണ്ടർ സെക്ഷൻ 44AE. ഓക്കെ, അപ്പോൾ ബിസിനസ് എന്താണ്? 44AEയിൽ വരുന്ന ബിസിനസ്. ഓക്കെ, സ്പെസിഫൈഡ് പ്രൊഫഷൻസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ദി ഫോളോയിങ് പ്രൊഫഷൻസ് ആർ സ്പെസിഫൈഡ് പ്രൊഫഷൻസ്. താഴെ പറയുന്ന ഈ പ്രൊഫഷൻസ് ഒക്കെയാണ് സ്പെസിഫൈഡ് പ്രൊഫഷൻസ്. അതൊക്കെ ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ലീഗൽ സ്പെസിഫൈഡ് ആണ്, മെഡിക്കൽ സ്പെസിഫൈഡ് ആണ്, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ, അക്കൗണ്ടൻസി. ഓക്കെ, അതേപോലെ ടെക്നിക്കൽ കൺസൾട്ടിങ്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ. ഇതിലൊരു 3 or 4 എണ്ണം ഒന്ന് പഠിച്ചു വെക്കുക. ലീഗൽ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഇത് 3 ഓർത്ത് വെക്കാൻ വലിയ പ്രയാസമില്ല. വക്കീൽ, ഡോക്ടർ, എഞ്ചിനീയർ. അതേപോലെ അക്കൗണ്ടൻസിയും ഓർത്ത് വെക്കാൻ വലിയ പ്രയാസം ഉണ്ടാവാൻ പോകുന്നില്ല. അത് സ്പെസിഫൈഡ് ബിസിനസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സ്പെസിഫൈഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ആയിട്ട് നിയമം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നോൺ സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ഓർ ബിസിനസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോൺ സ്പെസിഫൈഡ്, അപ്പോൾ പേഴ്സൺസ് ഹൂസ് ഇൻകം ഫ്രം സച്ച് പ്രൊഫഷൻ ഓർ ബിസിനസ് എക്സീഡ്സ് 1,20,000 or total sales, turnover or gross receipts exceed 10 lakh in any one of the 3 years immediately preceding the previous year, they are required to maintain such books of accounts as may enable the assessing officer to compute their total income. അതായത് 1,20,000 എന്താണ് ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതേപോലെ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീറ്റ് ഇവർക്ക് പരിശോധിക്കാൻ തക്ക വിധത്തിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് തയ്യാറാക്കി വെച്ചിരിക്കണം. 1,20,000 പ്രൊഫഷൻ്റെ കേസ് പറയുന്നത്. 10 ലക്ഷം ക്രോസ് ചെയ്താൽ ബിസിനസ്സുകാരും എന്ത് ചെയ്യണം? പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. സെക്ഷൻ 44AA ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെക്ഷൻ ബിസിനസ് അണ്ടർ സെക്ഷൻ 44AEയും 44ADയും അതിനെക്കുറിച്ചാണ് പറയുന്നത്. വെദർ SSE ക്ലെയിംസ് ദാറ്റ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്ലൈയിങ്, ഹയറിംഗ് ആൻഡ് ലീസിംഗ് ഗുഡ്സ് carriage are lower than the deemed profit under the concerned section, they have to maintain the books of account of such business. ഓക്കെ, അതായത് പ്ലൈയിങ്, ഹയറിംഗ് ആൻഡ് ലീസിംഗ് ഓഫ് ഗുഡ്സിൻ്റെ ഒക്കെ ബിസിനസ്സുകാർ പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എന്താണ് ഇത് വേണ്ടത്ര വരുന്നില്ല, അത് എന്താണ് അതിൽ ചില പിശകുകൾ, ഒരുപാട് ചിലവുകൾ വേറെയും വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ബുക്ക് മെയിൻറ്റെയിൻസിനെക്കാട്ടും കുറവാണ് പ്രോഫിറ്റ് എന്ന് ക്ലെയിം ചെയ്യാണ്. അങ്ങനത്തെ ക്ലെയിം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രോപ്പറായിട്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അതെന്ത് ചെയ്യുക, അത് ഓഡിറ്റ് ചെയ്യിക്കുക, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 3 കേസുകളാണുള്ളത്. ഇതൊന്ന് പഠിച്ചു വെക്കുക കൃത്യമായിട്ട്. ഇത് 3
വിശദമായിട്ട് പഠിക്കേണ്ട, പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ ഉള്ളിൽ വരുന്ന സബ് പോയിന്റ് നോക്കുക. ഇവിടെ വരുമ്പോൾ പ്രൊഫഷണലാകുമ്പോൾ 1,20,000 കഴിഞ്ഞാലാണ് ബുക്ക് വെക്കേണ്ടത്. അതായത് ഈ ഹെഡിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ഈ പോയിന്റിൻ്റെ അണ്ടറിൽ വരുന്നത് നോൺ സ്പെസിഫൈഡ് ബിസിനസ് പ്രൊഫഷൻ ഓർ ബിസിനസ് ആണെങ്കിൽ 1,20,000 പ്രൊഫഷണലിനുണ്ടെങ്കിൽ, വരുമാനം ഉണ്ടെങ്കിൽ കാര്യമായിട്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ 10 ലക്ഷത്തിന് താഴെയാണ് ബിസിനസ്സുകാരന്, ഒരു ബിസിനസ്സിന് ഇൻകം വരുന്നതെങ്കിൽ, പ്രോഫിറ്റ് വരുന്നതെങ്കിൽ എന്താണ്, അപ്പോഴും ബുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് ക്രോസ് ചെയ്യുമ്പോഴാണ് പ്രോപ്പർ ബുക്സ് എന്ന് ലോ പറയുന്നത്, ഇൻകം ടാക്സ് ലോ പറയുന്നത്. അതേപോലെ ബിസിനസ് അണ്ടർ സെക്ഷൻ 44AE AD എന്താണ്, എന്തൊക്കെ സെക്ഷൻസാണ് വരുന്നത്, ഏതൊക്കെ ബിസിനസ്സാണ് വരുന്നത്, പ്ലൈയിങ്, ഹയറിങ് ഓർ ലീസിങ് ഓഫ് ഗുഡ്സ്. ഇത് ഓർത്ത് വെക്കുക. അവർ ക്ലെയിം ചെയ്യാണ് ഡീംഡ് പ്രോഫിറ്റ്, കരുതപ്പെടുന്ന പ്രോഫിറ്റ് വേണ്ടത്ര വരുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത ശ്രദ്ധിക്കുക, കമ്പൾസറി ഓഡിറ്റ് ഓഫ് ബുക്സ്. സെക്ഷൻ 44AB. സെക്ഷൻ 44ABയിലാണ് കമ്പൾസറി ഓഡിറ്റ് ഓഫ് ബുക്സിനെ കുറിച്ചിട്ട് പറയുന്നത്. It is obligatory for a person carrying on business to get his accounts audited before 30th September if the total sales, turnover or gross receipts in business for the previous year exceed 1 crore. A person carrying on a profession has to get his accounts audited before 30th September if his gross receipt for the previous year exceed 50 lakh. Such persons are required to get before 30th September a report of the audit in prescribed form and submit it along with the return of income. അതായത് സെപ്റ്റംബർ 30 ബുക്ക് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുക, ടാക്സ് ഓഡിറ്റ് എന്ന് പറയും. അത് ഇൻകം ടാക്സ് ഓഫീസർ ഒരു ഫോം അയച്ചു കൊടുക്കുക ചെയ്യുക. എത്ര SSCസിന്, അതായത് ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് അയാളുടെ ടേൺ ഓവർ മീൻസ് സെയിൽസിൻ്റെ അളവ്, പ്രോഫിറ്റ് അല്ല, സെയിൽസിൻ്റെ അളവിനെയാണ് ടേൺ ഓവർ എന്ന് പറയുക. സെയിൽസിൻ്റെ അളവ് 1 കോടി കഴിയുകയാണെങ്കിൽ അതേപോലെ ഈ റെസീറ്റ് കോളത്തിൻ്റെ, അതായത് പ്രൊഫഷണലിൻ്റെ റെസീറ്റ് കോളത്തിൽ മാത്രം, പേയ്മെൻറ്റ് സൈഡ് എടുക്കണ്ട, നമ്മൾ ഇൻകം അല്ല നോക്കുന്നത്, അതിൻ്റെ റെസീറ്റ് സൈഡിൽ മാത്രം 50 ലക്ഷം ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബുക്കുകൾ, ഈ 2 പേരുടെയും, അതായത് ബിസിനസ്സിൻ്റെയും പ്രൊഫഷൻ്റെയും ബുക്കുകൾ ടാക്സ് ഓഡിറ്റ് ചെയ്യണം. അത് വിശദമായിട്ട് പരിശോധിക്കണം. അതിനൊരു ഫോം ഇൻകം ടാക്സ് ഓഫീസർ ഇവർക്ക് അയച്ചു കൊടുക്കും. അത് ഇവർ കറക്റ്റായിട്ട് അതിന് ഓരോത്തിനുള്ള ഉത്തരം ഇവർ കൃത്യമായിട്ട് അയച്ചു കൊടുക്കുക. അതിൻ്റെ എമൗണ്ട്സ് കൃത്യമായിട്ട് അതിൻ്റെ കൂടെ ഫയൽ ചെയ്യുക. അപ്പോൾ അതിനാണ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുക. അത് 30th സെപ്റ്റംബർ 30 മുൻപായിട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 44AB, കമ്പൾസറി ഓഡിറ്റ്സ് ഓഫ് ബുക്സ്. ഓക്കെ, അതിൻ്റെ പേര് ടാക്സ് ഓഡിറ്റ് എന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇതിലാണ് ടാക്സ് ഓഡിറ്റ് പെടുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതിൽ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിസിനസ്സിൻ്റെ അത് 1 crore ആണ് എക്സീഡ് ചെയ്യേണ്ടത്, പ്രൊഫഷണലിൻ്റെ അത് 50 lakh ആണ് എക്സീഡ് ചെയ്യേണ്ടത്, പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇൻകമോ അല്ല നോക്കേണ്ടത്, ടോട്ടൽ സെയിലാണ് 1 crore എക്സീഡ് ചെയ്യേണ്ടത്, അതേപോലെ ടോട്ടൽ റെസീറ്റ് ആണ് 50 lakh എക്സീഡ് ചെയ്യേണ്ടത്. ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 30th ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ആണ്. അടുത്തതായിട്ട് നോക്കാനുള്ളത് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻസ് ഇൻ വിച്ച് എ കോൺട്രാക്ട് ഫോർ ദ പർച്ചേസ് ഓർ സെയിൽ ഓഫ് എനി കമോഡിറ്റി ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ആൻഡ് ഷെയർ ഈസ് settled otherwise than by the actual delivery or transfer of the commodity or scrips is known as speculative transactions. അപ്പോൾ സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഷെയറിലും ഈ പറഞ്ഞ സെക്യൂരിറ്റീസിലും കമോഡിറ്റി സെക്യൂരിറ്റീസ്, അതായത് കമോഡിറ്റി മാർക്കറ്റിൽ അതേപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ നമ്മൾ ഊഹക്കച്ചവടം നടത്തുക. സാധനം യഥാർത്ഥത്തിൽ നമ്മളെ കയ്യിൽ വരാതെ തന്നെ നമ്മൾ ഊഹക്കച്ചവടം നടത്തിയിട്ട് ലാഭം ഉണ്ടാക്കുക. അതാണ് മെയിനായിട്ട് ഷെയർ മാർക്കറ്റിൽ നടക്കുന്നത്. കാലത്ത് വാങ്ങി ഉച്ചക്ക് വിൽക്കുമ്പോഴേക്കും അതിൻ്റെ വില കൂടിക്കഴിഞ്ഞാലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഒന്നും അത് വാങ്ങി വിൽക്കുന്ന ആളടുത്തേക്ക് വരുന്നില്ല. അതേപോലെ കമോഡിറ്റീസിലും ചെയ്യാമെന്നാണ് പറയുന്നത്. കമോഡിറ്റീസിലും അങ്ങനത്തെ ഊഹക്കച്ചവടം ചെയ്യാൻ പറ്റും. ഉച്ചക്ക് വില കൂടും എന്ന് കണ്ടിട്ട് രാവിലെ അതിന് വില പറഞ്ഞു വെക്കുക, ആ വില കൂടുന്ന നേരത്ത് ഉച്ചക്ക് അത് അങ്ങ് കൈമാറ്റം ചെയ്യുക. അപ്പോൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് തന്നെ ഒരാൾ പെട്ടെന്ന് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസിൻ്റെ പേരാണെന്ത്? സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഈ പോയിന്റ് വരെ
ഉള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വാട്ട് ഈസ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും വരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് സ്പെസിഫൈഡ് ബിസിനസ് സെക്ഷൻ 35AD ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, സ്പെസിഫൈഡ് ബിസിനസ് എന്താണെന്നുള്ളത് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എന്താണ് സ്പെസിഫൈഡ് ബിസിനസ് എന്ന് വെച്ചാൽ സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ കോൾഡ് ചെയിൻ ഫെസിലിറ്റി. അതായത് ഒരു കോൾഡ് ചെയിൻ ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് സ്പെസിഫൈഡ് ബിസിനസ്സിൽ പെടുന്ന ഒരു ബിസിനസ്സാണ്. എന്താണ് കോൾഡ് ചെയിൻ ഫെസിലിറ്റി എന്ന് വെച്ചാൽ അതായത് ചെയിൻ ഓഫ് ഫെസിലിറ്റീസ് ഫോർ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, മീറ്റ് പ്രൊഡക്ട്സ്, പോൾട്രി, മറീൻ, ഡയറി, ഹോർട്ടിക്കൾച്ചർ, പ്രോസസ്ഡ് ഫുഡ്. അതായത് കൃഷി ഉൽപ്പന്നങ്ങൾ മെയിനായിട്ട് എന്ത് ചെയ്യുക, സൂക്ഷിക്കുക, അത് ട്രാൻസ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഫെസിലിറ്റി കൊടുക്കുന്നതിൻ്റെ പേരാണ് കോൾഡ് ചെയിൻ ഫെസിലിറ്റി. അപ്പോൾ കൃഷി ഉൽപ്പന്നങ്ങളാകുന്ന നേരത്ത് പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മത്സ്യമാണെങ്കിലോ മാംസമാണെങ്കിലോ ഒക്കെ ശീതീകരിച്ച മുറികളിൽ അല്ലെങ്കിൽ ശീതീകരിച്ച സംവിധാനത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കോൾഡ് ചെയിൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ വെയർഹൗസ് ഫെസിലിറ്റി ഫോർ സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. അതായത് കൃഷി ഉൽപ്പന്നങ്ങളെ സൂക്ഷിക്കാനായിട്ട് വെയർഹൗസ് ഫെസിലിറ്റി കൊടുക്കുന്നതും സ്പെസിഫൈഡ് ബിസിനസ്സാണ്. അപ്പോൾ രണ്ടും ഒന്ന് കോൾഡ് ചെയിൻ ആണെങ്കിൽ ഒന്ന് വെയർഹൗസ്, രണ്ടും അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾ ഫുള്ളായിട്ടൊന്നും എഴുതണ്ട, ഇതുവരെ എഴുതിയാൽ മതി. എക്സാമിനേഷന് ഇതുവരെ എഴുതിയാൽ മതി, ഇതിന് ഫുള്ളായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ വെയർഹൗസ് ഫെസിലിറ്റി ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് എന്ന് എഴുതിയാൽ മതി. ഈ സ്റ്റോറേജ് ഒന്നും കൂടി വേണമെന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, ലേയിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ നെറ്റ്വർക്ക്. അതായത് ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈനൊക്കെ പോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പൈപ്പ് ലൈൻ നെറ്റ്വർക്ക് തയ്യാറാക്കുന്ന ബിസിനസ് അത് സ്പെസിഫൈഡ് ബിസിനസ്സാണ് അണ്ടർ സെക്ഷൻ 35AD. ഓക്കെ, നാലാമതായിട്ട് പറയുന്നത് ബിസിനസ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ ന്യൂ ഹോട്ടൽ ഓഫ് 2 സ്റ്റാർ ഓർ എബവ് കാറ്റഗറി ഓൺ ഓർ ആഫ്റ്റർ 1 April 2010. 2010 ഏപ്രിൽ 1 ശേഷം 2010 ഏപ്രിൽ 1 ശേഷം തുടങ്ങുന്ന 2 സ്റ്റാറോ അല്ലെങ്കിൽ അതിന് മുകളിലോ വരുന്ന ഹോട്ടൽ ബിസിനസ് 2 സ്റ്റാറിന് മുകളിൽ വരുന്ന ഹോട്ടലായിരിക്കണം. മിനിമം അതൊരു 2 സ്റ്റാർ ഹോട്ടലെങ്കിലും ആയിരിക്കണം തുടങ്ങേണ്ടത്. അത്തരത്തിലൊരു ഹോട്ടൽ 2010 ഏപ്രിൽ 1 ശേഷം തുടങ്ങുകയാണെങ്കിൽ അത് സ്പെസിഫൈഡ് ബിസിനസ് അണ്ടർ സെക്ഷൻ 35. ഇനി അടുത്തത് ബിസിനസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് എ ഹൗസിംഗ് പ്രൊജക്റ്റ്. അതായത് ഒരു ഹൗസിംഗ് പ്രൊജക്റ്റ് വീട് വെക്കാനായിട്ട് അല്ലെങ്കിൽ വീടുകൾ നിർമ്മിച്ച് വിൽക്കുക, കൈമാറ്റം ചെയ്യുക, ഹൗസിംഗ് പ്രൊജക്റ്റ്. ഓക്കെ, അണ്ടർ എ സ്കീം ഫോർ സ്ലം റീഡെവലപ്മെൻറ്റ്. അത് വീടുകൾ വെറുതെ ഉണ്ടാക്കി കൊടുത്താൽ പോരാ, അത് സ്ലം റീഡെവലപ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഫ്രെയിംഡ് ബൈ സെൻട്രൽ ഓർ എ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കണം. അതും 1 April 2010 ശേഷം ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ഇപ്പോഴും അങ്ങനത്തെ ഒരു സ്ലം റീഹാബിലിറ്റേഷൻ ആയിട്ട് നമ്മൾ വീടുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് പരിഗണിക്കും. അതിന് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് വരുന്നത്. മിനിമം ഒരു 3 എണ്ണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെസിഫൈഡ് ബിസിനസ് അണ്ടർ സെക്ഷൻ 35AD, അതിന് സെക്ഷൻ ഓർത്ത് വെക്കുക. ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് നിങ്ങൾ 3 എണ്ണെങ്കിലും മിനിമം എടുത്തിട്ട് എഴുതുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് പ്രിലിമിനറി എക്സ്പെൻസ്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് എപ്പോഴും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ പ്രിലിമിനറി എക്സ്പെൻസ് എന്താ ചെയ്യുക എന്നുള്ളതാണ് ടാക്സിൽ. അപ്പോൾ എന്താ പറയുന്നത്, 1/5 ഓഫ് ദി പ്രിലിമിനറി എക്സ്പെൻസ് ഫോർ 5 സക്സസീവ് ഇയേഴ്സ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദ പ്രോഫിറ്റ്സ്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തുടക്ക കാലഘട്ടങ്ങളിൽ വരുന്ന ചിലവുകളെയാണ് നമ്മൾ ആ പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതൊരു ചിലവായിട്ടാണ് കാണിക്കുന്നത്. അത് ആദ്യത്തെ 5 കൊല്ലം കൊണ്ട് എഴുതി തള്ളണം എന്നാണ് പറയുന്നത്. അപ്പോൾ 5 കൊല്ലം കൊണ്ട് എഴുതി തള്ളണം എന്നുണ്ടെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ് 100 രൂപയാണെങ്കിൽ 20 രൂപ വെച്ചിട്ട് എല്ലാ വർഷവും എഴുതി തള്ളുക. അതായത് 1/5 പ്രതി വർഷം എഴുതി തള്ളുക. അപ്പോൾ എന്ത് വരും, പ്രിലിമിനറി എക്സ്പെൻസ് 5 കൊല്ലം കൊണ്ട് അത് എഴുതി തള്ളാൻ പറ്റും. അങ്ങനെ ചെയ്യണമെന്നാണ് ഇൻകം ടാക്സിൽ പറയുന്നത്. അത് ഒരുപാട് വർഷം വെച്ചുകൊണ്ടിരിക്കരുതെന്ന്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഓഫ് സർട്ടൻ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓൺ പ്രിസംപ്റ്റീവ് ബേസ് അല്ലെങ്കിൽ പ്രിസംപ്റ്റീവ് ടാക്സ് സെക്ഷൻ 44AD. അപ്പോൾ സെക്ഷൻ 44AD എന്ന് വെച്ചാൽ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ വകുപ്പാണ്. അത് വളരെ സിമ്പിളാണ്. ഓക്കെ, പ്രിസംപ്റ്റീവ്
ടാക്സേഷൻ എന്ന് വെച്ചാൽ അധികം ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. അപ്പോൾ എന്താ പറയുന്നത്, ഇൻ കേസ് ഓഫ് സ്മോൾ ബിസിനസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ ചെറിയ പ്രൊഫഷണൽസിനാണ് ഈ പ്രിസംപ്റ്റീവ് ടാക്സിൻ്റെ ആനുകൂല്യം ഗവൺമെൻറ് കൊടുക്കുക. അത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ആ ടാക്സ്. ഇറ്റ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ദാറ്റ് ദി SSC ക്യാൻ ഡിറ്റർമൈൻ ഹിസ് ഇൻകം ഐദർ ഓൺ പ്രിസംപ്റ്റീവ് ബേസിസ് ഓർ ഓൺ ദ ബേസിസ് ഓഫ് നോർമൽ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ഇഫ് ഗ്രോസ് റെസീപ്റ്റ്സ് ഓർ ടേൺ ഓവർ ഈസ് ലെസ് ദാൻ 2 crore. അതായത് ഒരു സാധാരണ ഒരു ചെറിയ കച്ചവടക്കാരൻ്റെ ഗ്രോസ് റെസീറ്റ്, അതായത് മൊത്തം സെയിൽ 2 കോടിയിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ടാക്സ് അടച്ചാൽ മതി. അതായത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ടാക്സ്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 44 AD ആൻഡ് എലിജിബിൾ അസസി ഡൂയിങ് എലിജിബിൾ ബിസിനസ്, അതായത് എലിജിബിൾ അസസി ആയിരിക്കണം. എല്ലാ ബിസിനസ്സുകാർക്കും 2 കോടിൻ്റെ കണക്കൊന്നും പറയാൻ പറ്റില്ല. അത് ചെറിയ ബിസിനസ്സുകാരായിരിക്കണം, അവർക്ക് അതിന് എലിജിബിലിറ്റി വേണം. ആ എലിജിബിലിറ്റിയെക്കുറിച്ച് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട. നമ്മളെന്താണ്, ചെറിയ ബിസിനസ്സുകാരായാൽ മാത്രം മതി എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഡൂയിങ് എലിജിബിൾ ബിസിനസ്സും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്, ക്യാൻ അസസ് ഈസ് ഇൻകം ടു ബി 8% ഓഫ് ദി ടോട്ടൽ ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീറ്റ്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആസ് പെർ ദിസ് പ്രൊവിഷൻ. If gross receipts are received through digital mode of payment, then net income is 6% of gross receipts. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ്സുകാരന് 2 കോടിയെ വരുമാനം വരുന്നുള്ളൂ, അല്ലെങ്കിൽ 1.5 കോടിയെ വരുമാനം വരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പറയാം അത് ആ 1.5 കോടീൻ്റെ 8% ഉള്ളൂ വരുമാനമെന്ന്. അതായത് ഇൻകം പ്രോഫിറ്റ് അത്രയേ വരുന്നുള്ളൂ, അതാ 1.5 കോടീൻ്റെ 8% മാത്രമേ അപ്പോൾ എടുക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു കോടിയാണെങ്കിൽ ഇപ്പോൾ എത്ര വരും, ഏകദേശം ഒരു 8 ലക്ഷം പ്രോഫിറ്റായിട്ട് പരിഗണിക്കും. ചിലപ്പോൾ അതിലും കൂടുതൽ അയാൾക്ക് പ്രോഫിറ്റ് വന്നാലും അയാൾക്ക് ഇത്രയും പ്രോഫിറ്റായിട്ട് കാണിച്ചാൽ മതി, അതിൻ്റെ ടാക്സും അയാൾ അടച്ചാൽ മതി. അതാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ ഗുണം. ഇനി ഇദ്ദേഹം ഈ 1 കോടീൻ്റെ ട്രാൻസാക്ഷൻ മൊത്തമായിട്ടും ഡിജിറ്റലിയാണ് നടത്തിയതെന്ന് വെക്കുക. ഡിജിറ്റലി മീൻസ് ആണ് ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, അതേപോലെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ് നടത്തിയത്. വെറും 6% മാത്രം പ്രോഫിറ്റായിട്ട് കാണിച്ചാൽ മതി. അതായത് ഇപ്പോൾ 1 കോടിയാണെങ്കിൽ 6 ലക്ഷം പ്രോഫിറ്റായിട്ട് കാണിക്കുക, അതിന് മാത്രമേ ടാക്സ് വരുള്ളൂ. ചിലപ്പോൾ അതിൽ കൂടുതൽ പ്രോഫിറ്റ് വന്നെങ്കിൽ പോലും കുഴപ്പമില്ല. ഗവൺമെൻറ് പറയാണ് ചില എലിജിബിൾ SSCസിന് എലിജിബിൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണിത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് എന്താണ് കാൽക്കുലേഷൻ കഴിയും ടാക്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആരാണ് എലിജിബിൾ അസസി എന്നതാണ് ചോദ്യം. ഓക്കെ, അവിടെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ കിട്ടണമെങ്കിൽ എലിജിബിൾ അസസി ആരാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ആരാണ് എലിജിബിൾ അസസി? ആൻ ഇൻഡിവിജ്വൽ, HUF ഓർ ഫേം ഹൂ ഈസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം. ഇൻഡിവിജ്വൽ HUF അല്ലെങ്കിൽ ഒരു ഫേമിന്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആവട്ടെ, ഒരു ഇൻഡിവിജ്വൽ ആവട്ടെ, ഒരു HUF ആവട്ടെ. HUF മീൻസ് എന്താണ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഈ 3 പേരും എലിജിബിൾ ആണ്. പക്ഷേ ഈ ഫേമിൽ വരുന്ന ഒരു ഐറ്റമാണെന്ത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം. ഇത്തരത്തിലുള്ളൊരു ഫേം ആണെങ്കിൽ അവർക്ക് എലിജിബിൾ അസസി അല്ല അവർ, അതുകൊണ്ട് അവർക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ ആനുകൂല്യം ലഭിക്കില്ല. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഹു ഹാസ് നോട്ട് ക്ലെയിംഡ് എ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 വരുന്നുണ്ട് നമുക്ക് അടുത്ത സെമസ്റ്ററിൽ. 6ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കുന്ന ഡിഡക്ഷൻസ് ആണ്. ഓക്കെ, കുറയ്ക്കാൻ സാധിക്കുന്ന എമൗണ്ടുകളാണ് നമ്മൾ ഓരോന്നും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതേക്കുറിച്ച് വിശദമായിട്ട് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കുന്ന ഏതാനും എമൗണ്ടുകളാണ്. അപ്പോൾ അത് ക്ലെയിം ചെയ്യാനും പാടില്ല ഒരു SSC. ഈ 2 കണ്ടീഷൻസ് ആണ് ഒരു എലിജിബിൾ SSC ആവണമെങ്കിൽ. എലിജിബിൾ ബിസിനസ് എന്തൊക്കെയാണ്? എനി ബിസിനസ് എക്സെപ്റ്റ് ദി ബിസിനസ് ഓഫ് പ്ലൈയിങ്, ഹയറിംഗ് ഓർ ലീസിങ് ഓഫ് ഗുഡ്സ് കാരേജസ്. അത് ഓക്കെ, അത് പ്ലൈയിങ്, ഹയറിംഗ്, അതായത് സാധനങ്ങൾ ഹയറിന് കൊടുക്കുക, വാടകയ്ക്ക് കൊടുക്കുക. ലീസിങ്, അതെന്താണ്, വാടകയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു SSC ആയിരിക്കരുത്. അപ്പോൾ ഇത്തരം ബിസിനസ്സുകൾക്ക് ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ബാധകമല്ല. കാര്യം അവർക്ക് കിട്ടുന്ന ഇൻകം വളരെ കൂടുതലായിരിക്കും, അവർക്ക് പ്രോഫിറ്റിൻ്റെ അനുപാതം വളരെ കൂടുതലായിരിക്കും. വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന കാശ് കൂടുതലായിട്ട് നമുക്ക് അധികം അതിൽ പ്രോഫിറ്റ് തന്നെ വരിക, റിസീറ്റ് കിട്ടുകയാണെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, ഹൂസ് ടോട്ടൽ ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീറ്റ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ ഡസ് നോട്ട് എക്സീഡ് 2 crore. അതായത് ഗ്രോസ് റെസീറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കോടിയിൽ കവിയാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എലിജിബിൾ ബിസിനസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, ഇൻ ദ കേസ് ഓഫ് പ്രൊഫഷണൽസ് ആണെങ്കിൽ 44 ADA വരിക. 44 ADA പ്രൊഫഷണൽസിന് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 44 ADA വരിക.
ഓക്കെ, ബിസിനസ്സിനാണ് സെക്ഷൻ AD വരിക. അപ്പോൾ പ്രൊഫഷണൽസിന് പറയുന്നത് എന്താണ്? ഇൻ ദ കേസ് ഓഫ് പ്രൊഫഷണൽസ് ഹൂസ് ഗ്രോസ് റെസീറ്റ്സ് ഡസ് നോട്ട് എക്സീഡ് 50 lakh, അതായത് 50 lakh എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ, 50 ലക്ഷം എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷന് പ്രൊഫഷണൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സെക്ഷൻ 44ADA ആണ് സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇവരുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ബിസിനസ്സിൻ്റെ കേസ് കണ്ടു, 2 കോടി ടേൺ ഓവർ കഴിഞ്ഞിട്ടില്ലെങ്കിലാണ് എന്ത് കിട്ടുക? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ കിട്ടുക. ഇവിടെ എന്താ പറഞ്ഞത്? ഇൻ ദ കേസ് ഓഫ് പ്രൊഫഷണൽസ് ഹൂസ് ഗ്രോസ് റെസീറ്റ്സ് ഡസ് നോട്ട് എക്സീഡ് 50 lakh, അതായത് ഇവിടെ 50 lakh എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് കിട്ടുള്ളൂ? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്താണ്? ഒന്നുകിൽ 8% അല്ലെങ്കിൽ 6%. ഫുൾ ഡിജിറ്റൽ മോഡാണെങ്കിൽ 6% കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നോർമൽ മോഡ് ക്യാഷ് ബേസിസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്? അപ്പോൾ 8% നമുക്ക് എന്ത് കിട്ടുക? അവർക്ക് ഗെയിൻ ആയിട്ട് കാണിക്കണം. കാരണം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, അത് കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് ഈ ചാപ്റ്ററിൻ്റെ, PGBP ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോയിന്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് എന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെക്ഷൻ 32AD ഇതൊന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ന്യൂ പ്ലാന്റ് ഓർ മെഷീനറി വിത്ത് എഫക്ട് ഫ്രം അസസ്മെൻറ്റ് ഇയർ 2016-17. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് 2016-17 കാലഘട്ടങ്ങളിൽ മുതലാണ്. അതായത് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആ കാലഘട്ടങ്ങളിൽ 16-17 ഇൻസ്റ്റാൾ ചെയ്ത അസസീസിനാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് കൊടുക്കുക. കാര്യം പ്ലാന്റ് ആൻഡ് മെഷീനറി കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുക. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലൊരു ആനുകൂല്യം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നത്. സെക്ഷൻ 32ADയിലാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്? ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ടു ബി സാറ്റിസ്ഫൈഡ് ഇൻ ഓർഡർ ടു അവെയിൽ സച്ച് അലവൻസ്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന കണ്ടീഷൻസ് എന്താണ്? ഫോളോ ചെയ്യണം. എന്താ ഫസ്റ്റ് കണ്ടീഷൻ? ആൻ assessee should set up an undertaking or enterprise from manufacture or production of any article after 31st March 2015. 2015 മാർച്ച് 31 ശേഷം ഒരു assessee ഒരു അണ്ടർടേക്കിംഗ് സെറ്റപ്പ് ചെയ്യണം. അണ്ടർടേക്കിംഗ് മീൻസ് എന്താണ്? ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുക. എന്തായിരിക്കണം ആ ബിസിനസ് ചെയ്യേണ്ടത്? മാനുഫാക്ചറിങ് ഓഫ് എനി ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിളും മാനുഫാക്ചർ ചെയ്താൽ മതി. മാനുഫാക്ചറിങ്ങിനാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ നാട്ടിൽ സൃഷ്ടിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഇത്തരം അസസീസിന് കൊടുക്കുന്നത് എന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ്. രണ്ടാമത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കുക, ഇറ്റ് ഷുഡ് ബി സെറ്റപ്പ് ഇൻ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയ. അത് എവിടെയായിരിക്കണം സെറ്റപ്പ് ചെയ്യേണ്ടത്? നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയ, അതായത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ബാക്ക്വേർഡ് ഏരിയാസിൽ. എവിടെയൊക്കെയുള്ള ബാക്ക്വേർഡ് ഏരിയാസ്? ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഓർ ബീഹാർ ഓർ തെലുങ്കാന ഓർ വെസ്റ്റ് ബംഗാൾ. 4 സ്റ്റേറ്റുകളാണ്. ഒന്ന് ആന്ധ്രാപ്രദേശ് ആവാം, തെലുങ്കാന ആവാം, അത് രണ്ട് സ്റ്റേറ്റുകൾ. ബീഹാറും വെസ്റ്റ് ബംഗാളും അതും അടുത്തടുത്ത് വരുന്ന 2 സ്റ്റേറ്റുകൾ. ഓക്കെ, രണ്ടും കിഴക്കൻ പ്രദേശത്ത് ഇന്ത്യയുടെ എന്താണ് ഈസ്റ്റേൺ സൈഡിൽ വരുന്ന 2 സ്റ്റേറ്റുകളാണ്. ഒന്ന് ആന്ധ്ര ആൻഡ് തെലുങ്കാന. ആന്ധ്രനെ ആലോചിച്ചാൽ മതി, അപ്പോൾ തെലുങ്കാനയും എന്താണ് നമുക്ക് ഓർമ്മ വരും. ഓക്കെ, അതേപോലെ ബീഹാറും ബംഗാളും അതും പണ്ട് ഒരേ സ്റ്റേറ്റ് ആയിരുന്നു, അത് പിന്നീട് പിരിച്ചതാണ്. അത് രണ്ടും എന്താണ്? അതിർത്തി പങ്കിടുന്ന 2 സ്റ്റേറ്റുകൾ തന്നെയാണ്. അപ്പോൾ ബീഹാറും ബംഗാളും അതേപോലെ ആന്ധ്രയും തെലുങ്കാനയും അവിടെ ആയിരിക്കണം എന്ത് സെറ്റപ്പ് ചെയ്യേണ്ടത്? ഈ ബിസിനസ് യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി അവിടെ ആയിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇറ്റ് ഷുഡ് എക്വയർ ആൻഡ് ഇൻസ്റ്റാൾ ന്യൂ മെഷീനറി. അതായത് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യണം. 2015 ശേഷമായിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിൻ്റെ സെറ്റപ്പ് എപ്പോൾ തീരണം? അത് 20 ആകുമ്പോഴേക്കും ആ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് ഷാൽ ബി അലൗഡ് അറ്റ് 15% ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ അസെറ്റ് ഈസ് ഇൻസ്റ്റാൾഡ്. അതായത് അസെറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിന് 15% എന്ത് കിട്ടുക? ആ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ 15% ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് ആയിട്ട് കിഴിക്കാനായിട്ട്. അതായത് ആ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ 15% നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് എന്താണ് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് അതിന് കിട്ടുന്ന ആനുകൂല്യം. അത് വലിയ വലിയ സ്ഥാപനങ്ങളാകുന്നതാണ് വലിയ ആനുകൂല്യം തന്നെയാണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്, PGBP ചാപ്റ്ററിൽ പറയാനുള്ളത്. 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മറ്റ് 2 ഭാഗങ്ങളുടെയും ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ.